ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. പ്രിയ ദൈവമക്കളെ, നോയമ്പ് കാലം ആകുമ്പം ഞാൻ ഓർക്കുന്നൊരു കൂട്ടരാണ് ഈ ആകാശപ്പറവുകൾ. ഇവര് കുരിശിൻ്റെ വഴിയും പരിപാടികളും ഒക്കെ ആയിട്ട് ഇറങ്ങിത്തിരിക്കുക. ഈ വലിയ ആഴ്ചയിലും വലിയ നോമ്പിലും കുരിശിൻ്റെ വഴിയും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് ഇറങ്ങിത്തിരിക്കുക. ഇവരെ കണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നൊരു കാര്യമാണ്. ശരിക്കും ആകാശപ്പറവുകളാണ് ഇവർ. കയ്യിലൊന്നുമില്ല, ഒന്നും ശേഖരിച്ച് വെച്ചിട്ടൊന്നുമില്ല. മിക്കവാറും എല്ലാവരും പാവങ്ങളാണ് കേട്ടോ. വലിയ ധനവാന്മാരൊന്നും ആകാശപ്പറവയാകത്തല്ലോ. അവർ ബാങ്ക് മാനേജരല്ലേ ആകത്തുള്ളൂ. ഈ പാവങ്ങൾ ഉള്ളത് വീട്ടിൽ പോലും ഉള്ളതിൻ്റെ പകുതി കൊണ്ടുവന്ന് കൊടുക്കുക. ഇവിടെ വെറുതെ പറന്ന് നടക്കുകയല്ല. ഈ പറക്കാൻ പറ്റാത്ത പറവകളെ എല്ലാം കൂടെ കൂട്ടി ഓരോ ആശ്രമങ്ങളിലൊക്കെ അൽമായ സഹോദരങ്ങൾ നടത്തുന്ന ആശ്രമങ്ങളാണ്. കഴിഞ്ഞ ദിവസം കണ്ടൊന്ന് ആരൻ്റെ ഇറക്കി വിട്ടെന്ന് നമ്മൾ കേട്ടില്ലായിരുന്നു. ദൈവങ്ങളെ, എന്തൊരു ദൈവാശ്രയത്വം! ആകാശപ്പറവ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദൈവാശ്രയത്വം. അവരെവിടെയാണ് വീട് വെച്ചേക്കുന്നത്? പക്ഷിക്ക് എവിടെയാണ് എത്ര ഏക്കർ സ്ഥലമുള്ളത്? ഈശോ എന്ന് പറയുന്നൊരു വാക്യമുണ്ട്, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായിക്കാൻ ഇടമില്ല. തലചായിക്കാൻ പോലും എന്തൊരു ധൈര്യത്തിൻ്റെ പേരാണോ ഇത്? അതോ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒക്കെ പേരാണോ? ഒരു വീട് പണിത് അതിനേറ്റും മതിൽ കെട്ടിക്കഴിയുമ്പം നമ്മൾ സ്വയം ഒരു ജയിലിലേക്ക് പ്രവേശിക്കുകയല്ലേ, തടവിലേ ആക്കപ്പെടുകയല്ലേ നമ്മൾ? പക്ഷെ പൗരോഹിത്യത്തിൻ്റെയൊക്കെ ഒരു ബലം ഇതാണ്. ഞങ്ങളാരും തടവിലല്ല, ഒരു ബന്ധങ്ങളിലും തടവിലല്ല. ക്രിസ്തുവിൻ്റെ തടവിലാണ് ഞങ്ങൾ. അതിനപ്പുറത്തേക്ക് എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്ത് പോകാൻ പറ്റുന്ന മനുഷ്യർ. ഒരു സഹോദരി ഈ ദിവസങ്ങളിൽ കണ്ടു. അവള് ഇങ്ങനെ ഇറങ്ങി നടക്കുക, കർത്താവിൻ്റെ ശുശ്രൂഷയാണ് വിഷയം. ഞാൻ വെറുതെ ചോദിച്ചു, പ്രായമാകുമ്പോൾ എന്ത് ചെയ്യും? അത് പ്രായമാകുമ്പോഴല്ലേ. ഇപ്പം നടത്തുന്ന കാര്യം ശുശ്രൂഷകളും ധ്യാനങ്ങളിലും ഒക്കെ സഹകരിച്ചും ഒക്കെ പോകുന്നൊരു സഹോദരിയാണ്. നമ്മൾ അത്രയൊരു ഉറപ്പ്, ക്രിസ്തുവിനെ പോലെ ഒരു ഉറപ്പ് ഈ നോമ്പിലൊക്കെ നമുക്ക് വേണ്ടേ? ഭക്ഷണവും നമ്മുടെ സ്വത്തുമൊക്കെ ജീവിതത്തിൽ അത്ര എല്ലാം വേണം. കുടുംബം നോക്കണം, കുടുംബം നോക്കേണ്ടതല്ല നല്ല പറയുന്നത്. പക്ഷേ ജീവിതത്തിലൊരു ബലത്തോടു കൂടിയൊക്കെ രാവിലെ ഉണർന്ന് ദേവാലയത്തിൽ പോകുമ്പോൾ അന്നന്ന് വേണ്ട ആഹാരം തരണമേന്ന് പ്രാർത്ഥിച്ചാൽ അന്ന് നമുക്കും നമ്മുടെ മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഒക്കെ വേണ്ട അപ്പം കിട്ടുമെന്നൊക്കെ ധ്യാനിച്ചെടുക്കാൻ പറ്റും. ഈ മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ പ്രത്യേകത ഏത്? അവർ ധ്യാനിക്കുക, അവർക്ക് പ്രതിഫലം വാങ്ങിക്കുക. ഒരു സ്ഥലം വിൽക്കാൻ പാടില്ല. അവർക്ക് സ്ഥലം വെറുതെ കൊടുക്കാൻ വേണമെങ്കിൽ വിൽക്കാൻ പാടില്ല. പൈസ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ഞാൻ ഞെട്ടിപ്പോയി അതൊക്കെ വായിച്ചു കഴിയുമ്പോൾ. അവർ ശുശ്രൂഷ ചെയ്യുന്നല്ലോ. ഇപ്പം പ്രസംഗിക്കാൻ അവർക്ക് ടീയെ വാങ്ങിക്കാൻ പറ്റത്തില്ല. എന്നാൽ വണ്ടിക്കൂലി വാങ്ങിക്കാൻ പറ്റും. വേണം വണ്ടിയെ കയറ്റി നിങ്ങൾ വിട്ടു. പ്രതിഫലം വാങ്ങിക്കാൻ പാടില്ലെന്ന് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിയമാവലിയിൽ എഴുതി വെച്ചിരിക്കുക. കർത്താവ് പോലും പറഞ്ഞിട്ടുണ്ട്, കൂലിക്കാരൻ വേതനത്തിന് അർഹനാണെന്നൊക്കെ പറഞ്ഞിരിക്കുക. ഇങ്ങനെ ഒരു ക്രിസ്തുവിനോട് ഒട്ടി നിൽക്കാനുള്ളൊരു വഴിയിലേക്കൊരു ഇറങ്ങിത്തിരിക്കൽ, ലാഭങ്ങൾ നോക്കാതൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ നോമ്പിൻ്റെ നാളുകളെങ്കിലും വലിയ ലാഭമില്ലാത്ത കച്ചവടത്തിന് ഇറങ്ങിത്തിരിക്കണം. ലാഭങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല, നഷ്ടപ്പെടുത്തണമെന്ന് അവൻ്റെ ഒരു വാക്കും കൂടെ പറയുന്നുണ്ടല്ലോ. നഷ്ടപ്പെടുത്തലിൻ്റെ ഒരു ലാഭമില്ലേ, കൂടില്ലാത്തതിൻ്റെ ഒരു സുരക്ഷിതത്വമൊക്കെ ഇല്ലേ, അത്താഴമില്ലാത്തതിൻ്റെ ഒരു നിറവൊക്കെ ഇല്ലേ. ഇത് നോമ്പിൻ്റെ നാളുകൾ അല്പം കൂടി മഹത്വപൂർണ്ണമാകട്ടെ. പുഞ്ചിരിക്കാനും പൊട്ടിച്ചിരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു കാലമായിട്ട്, സങ്കടപ്പെടാനുള്ളൊരു കാലമൊന്നുമല്ല. കാരണം കർത്താവിൻ്റെ നിറവായി, കർത്താവിൻ്റെ സമൃദ്ധിയായി, കർത്താവിൻ്റെ കൂടായി, കർത്താവിൻ്റെ വീടായി, കർത്താവ് എൻ്റെ എല്ലാമായി മാറുന്ന കർത്താവിൻ്റെ കൂടെ വസിക്കുന്ന ഒരു നോമ്പ് കാലം. നല്ല ദൈവമേ, വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ തുറന്നു തരണമേ. അങ്ങ് പറഞ്ഞല്ലോ, കുറുനരിയെ നോക്കിയിട്ട് പറഞ്ഞു അതിനൊരു കൂടുണ്ട്, ആകാശപ്പറവയ്ക്കുമുണ്ടൊരു കൂട്. പക്ഷേ എനിക്ക് ഇല്ല. എൻ്റെ കൂട് എൻ്റെ ദൈവത്തെ, എൻ്റെ അപ്പൻ്റെ മാറാണ്. അപ്പൻ്റെ നെഞ്ചിൽ ഇടങ്ങൾ കണ്ടെത്തിയ പൊന്നു തമ്പുരാനെ, ഞങ്ങളും ജീവിതത്തിൽ വല്ലാതെ വിഷമിക്കുമ്പോൾ കർത്താവെ അങ്ങുണ്ടല്ലോ എന്നോർത്ത് അങ്ങയുടെ കുരിശിൽ
അങ്ങയുടെ ഹൃദയം കുത്തിപ്പിളർന്നിട്ടുണ്ട്, അതിനകത്ത് എനിക്ക് കയറിയിരിക്കാം, ഒരിടമുണ്ടെന്ന് എന്നെ ഓർമ്മിപ്പിച്ചു തരണമേ. രോഗികൾ, വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാം